കൂടി രാജപാളയത്തിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ന്യൂ ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ് വള്ളിയാണ്. നേരെ പോകാൻ വാഹനങ്ങൾക്ക് അനുവാദമില്ല. വൺ വേ നോ എൻട്രി. ഇത് വൺ വേ ആക്കി അവര് ഇവിടുത്തെ ട്രാഫിക് വളരെ ബുദ്ധിപരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന കാഴ്ച. അവിടെ 100 മില്ലി റോസ് മിൽക്ക് 40 രൂപ. ഇതൊക്കെയാണ് രാജപാളയം ടൗണിൽ. എത്ര വലിയ ടൗണൊന്നും പറയാനില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജസ്റ്റ് പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ദോശ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സ്പെഷ്യൽ ദോശ എഴുതിയിട്ടില്ലല്ലോ, പക്ഷെ വേണ്ട, അത്ര വൃത്തിയുള്ള കാഴ്ചകളല്ല. എനിക്ക് ചെന്ന ഇതിലേക്ക് ഒന്നേ നോക്കുള്ളൂ, വാഷ് ബേസിനിലേക്ക് കയ്യെ വീണ്. ഇവിടെ ഒന്നുമില്ല കേട്ടോ, കാഴ്ചകളൊന്നുമില്ല. വെറുതെ കുറെ കെട്ടിടങ്ങൾ മാത്രം, ചെറിയ രീതിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ. അതൊക്കെ കൂടുതലായിട്ട് വലിയ കാഴ്ചയൊന്നുമില്ല. രാജപാളയം അത്രയ്ക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് ഏകദേശം. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമെന്നൊക്കെ, നല്ല വിശപ്പാട്ടോ. സാത്തുകൂടിയൊക്കെ കഴിച്ചെങ്കിലും അതൊക്കെ തീർന്നു. നേരത്തെ അയച്ച ബണ്ണും വെജ് റോളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഓവറായി. അപ്പോൾ ഇച്ചിരി കൂടി ഫ്രണ്ടിലേക്ക് മുമ്പോട്ട് ഇച്ചിരി സ്പീഡിൽ കിടക്കാം. പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഇല്ല. ഈ പറഞ്ഞ പോലെ കുറെ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതോ ഒരു വഴിക്കാണ് ഞാൻ മുമ്പോഴേ നടന്നു നോക്കിയതാണ്. അയാൾ മറ്റേ വഴിക്ക് തന്നെ പോയേക്കാന്ന് വിചാരിക്കാം. അതിന്റെ ആഴ്ച എന്തെങ്കിലും പാനില്ല. ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാജപാളയത്തെ മെയിൻ ജംഗ്ഷനുകളിൽ ഒന്നാണ്. അതിൽ ഒരു തിരക്കില്ല. മണി 3:27 ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ബർത്ത് സെന്റിനറി ശ്രീ PA രാമസ്വാമി രാജ, PAC രാമസ്വാമി രാജ. കുറച്ചുകൂടെ പോണ ഏതായാലും ആനന്ദ് എന്ന് പറഞ്ഞൊരു ആനന്ദ സിൽക്സ് ഇതിന്റെ ഒരു വഴിയുണ്ട്. അതിലെ പോയ ഈ പറഞ്ഞ പോലെ വലിയ ഇതൊന്നുമില്ല. സിനിമ മുമ്പോട്ട് ടൗണിൽ കൂടെ തന്നെ നടക്കാം. തെങ്കാശി ബസ് പിടിക്കുക. ഏതായാലും ഒരു അനന്ത എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. കയറി ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ പോകും പൊങ്കല് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ദോശയൊന്നുമില്ല. ഒരു പൊങ്കൽ 60 രൂപ, വെള്ള 20 രൂപ, 80 രൂപ തീർന്ന പരിപാടി. ഇഷ്ടം പോലെ കോമഡി ബസ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രദേശത്ത്. ആനന്ദവിലാസ് ഇത് ഇഷ്ടം പോലെ പറഞ്ഞേ. ഹോട്ടൽ അഹാരി, അതൊരു സെറ്റപ്പ് ഹോട്ടലാണ്. 5 സ്റ്റാറൊക്കെ അതോ. അനന്തവിലാസ് ഹോട്ടൽ, അനന്താസ്. ഇവിടെ ഉണ്ട് അത്യാവശ്യം. നമ്മൾ കാണാതെ ശരവണ. കാഴ്ചകളിലൂടെ വീണ്ടും രാജപാളയത്തിന് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക, അതന്നെ രക്ഷയുള്ളൂ. ഇത് എവിടെ ചെന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പുതിയ സ്റ്റാൻഡിൽ പോവുക, ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി നേരെ തിരിച്ചു പോവുക. സ്കൂൾ ബസ്സൊക്കെ അതിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്നിവിടെ ശനിയാഴ്ച ചെക്കന്മാരുടെ ഇതൊന്നും വിഷയമല്ല. നാടാർ മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ വിട്ടു തുടങ്ങി. പിന്നെ ഇപ്പൊ തിരക്കാവും. പതുക്കെ പോകാനുള്ള തീരുമാനം, പരിപാടികൾ നോക്കാം. ഇപ്പൊ ഞാനങ്ങനെ മെയിൻ ടൗണിന്റെ ടൗൺ സെന്ററിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങാണ്. പഴയ ബസ് സ്റ്റാൻഡ് അവിടെ എവിടെയോ ഉണ്ട്, ഞാൻ എവിടെയൊന്നും ശ്രദ്ധിച്ചില്ല. മധുരൈ ബസ്സാണ് പറഞ്ഞത്. മുമ്പില് ആള് കുറവാണ്. പക്ഷെ തെങ്കാശി ബസ്സിൽ നല്ല അതൊക്കെ ആ സൈഡിലേക്ക് ഭയങ്കര ആളാ. ഒരു 5-6 ടൗൺ ആ സൈഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ആളാ ആ ഒരു സൈഡിലേക്ക്. ഇരിക്കുന്ന സീറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ചോദിക്കണം. അതുപോലെ ഇന്നിവിടെ വർക്കിംഗ് ഡേ, അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മുടെ അവിടുത്തെ പോലെ അവധി ദിവസം ഒന്നും അല്ല അന്ന്.
ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേ തന്നെയാണ് അവർക്ക്. സാധാരണ പോലത്തെ വർക്കിംഗ് ഡേ ആണ്. എന്താ രാജപാളയത്തിന്റെ കാഴ്ചകൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഈ കുറെ ടൗൺ ഭാഗങ്ങള് തിരുവനന്തപുരത്തെ പോലെ ആൾക്കാരുടെ ഒരു ബഹളവും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടൗണാണ്. ഇനി ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി എവിടെ കണ്ടായിട്ട് കിട്ടിയിട്ട് അത് എതിരെ പോകുന്ന എനിക്കറിയാൻ പാടില്ല. ബസ് വന്ന വഴി പോയാൽ വഴി തെറ്റുമെന്നൊരു സംശയമുണ്ട്. അതല്ല വഴി ആ ടെമ്പോ ഇറങ്ങി തന്നെ. എന്റെ അമ്മ ഇവിടുന്ന് എന്തോരം ഉണ്ടോന്ന് ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടുത്തെ ഒരു മെയിൻ ടൗണിന്റെ കാഴ്ചകള് ഇതാട്ടോ. ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോകാൻ പറഞ്ഞു. അതുണ്ടോ അവിടെ ആ മാർക്കറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും തൽക്കാലം അങ്ങോട്ട് പോകാൻ നിൽക്കുന്നില്ല. ഇവിടെ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിലേക്ക്. മാർക്കറ്റാണ് ഇവിടെ. പോയാലും അതിലെങ്കിലും പൊട്ടം ചാടി മാർക്കറ്റിന്റെ കാഴ്ചകൾ കുറച്ച് കാണാമായിരുന്നു. ഏതായാലും വന്നതല്ലേ, ചിലപ്പോൾ അതിൽ നടന്നേക്ക് വരാം. എന്നോട് ചോദിച്ച് പറഞ്ഞു ഓട്ടോയിൽ പോകാൻ പറഞ്ഞു. അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ വിൽക്കാറ് പഴയ ബസ് സ്റ്റാൻഡായിരുന്നു. ഏതായാലും കണ്ടോ. അപ്പൊ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് നടക്കാണ്. അങ്ങനെ ഒരു ടൗണിന്റെ ഭാഗം കൂടെ ഉണ്ടായിരുന്നു. അതപ്പോ ഒരു കാഴ്ചയായി. വന്ന ഒരു ബസ്സിൽ കയറി എങ്ങോട്ടാന്ന് പറയാം. അപ്പൊ എന്നോട് ചോദിച്ചപ്പോ അവിടെ സത്രപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണേ. അപ്പൊ അവിടെ ഈ പറഞ്ഞ വലിയ കാഴ്ചകളൊന്നും ഉണ്ടാവില്ല എന്നാ പുള്ളി പറഞ്ഞു ചോദിച്ചപ്പോ. അപ്പൊ ഞാൻ നേരെ തിരിച്ചത് ഈ ഒരു ബസ്സിൽ കയറി ഒരു പക്ഷെ എത്താൻ പറ്റിക്കും. തേനി തിരുനെൽവേലി ബസ്സാ. പക്ഷെ ഇത് അങ്ങോട്ട് തിരിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതെ. ശേ 15 രൂപ ഓട്ടോക്കാണ് തിരുനെൽവേലി. ഈ ബസ് കയറാമെന്ന് ചോദിക്കാം. അവരെ നിർത്തുവാണെങ്കിൽ കയറാം. പോവാ. ശങ്കരൻ കോവിൽ തിരുനെൽവേലി. അപ്പൊ ശങ്കരൻ കോവിൽ എന്ന് പറഞ്ഞ ബസ്സാണ്. പിന്നെ ബസ് ഓടി വരുന്നത് ന്യായമായ ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ കണ്ടതാ. പക്ഷേ നടക്കാന്നുള്ള തീരുമാനം വേണ്ടത്തരമായി പോയി. അതും തെങ്കാശി ബസ്സായിരുന്നു. പക്ഷെ ഇതെന്താ എനിക്ക് സൈഡിക്കടയിൽ വരൂ. തോട് പോകും. എന്താ കാഴ്ചകളെ എന്തേ കോരി ഇട്ടിട്ട് എന്തേ അതിക്കടെ ഒഴുകുന്ന വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധനം നമ്മളോട് ഒന്ന് കഴിക്കില്ല. ഒരു കടയിൽ നിന്ന് ഒരു എങ്കൊന്നും ഒന്നും കഴിക്കില്ല. ഒഴുകണ വെള്ളം എന്താ അഴുക്കാൻ നോക്കി. സോ ബാഡ് അല്ലേ. തിങ്കളാഴ്ച ബസ് ഒന്നും കണ്ടില്ല കേട്ടോ. കണ്ടെങ്കിൽ ഞാൻ ചാടി കയറിയത്. 5:15 അവിടെ ചെല്ലാമെന്ന് വിചാരിച്ച. ഇതിലെ കുറെ ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ കുറെ ദൂരം 4-5 കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കുറെ നേരം ഇപ്പൊ നടക്കാൻ തുടങ്ങിയിട്ട്. ഓട്ടോ പിടിച്ച ഇവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ പിന്നെ ഉണ്ടായിരുന്നു. ഓട്ടോ വിട്ടിട്ട് ബാക്കിയായി. നടന്ന് ശരിക്കും 1 മണിക്കൂർ നടക്കാൻ ഉദ്ദേശിച്ച് ഞാൻ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം ഇപ്പൊ നടന്നു. ബസ് ഇതാണ് ബസ് സ്റ്റാൻഡ്. ഒരു സൈഡില് ശ്രീവല്ലിപുത്തൂർ സൈഡിലേക്ക് പോണ ബസ്സുകൾ, ഒരു സൈഡില് തെങ്കാശി സൈഡിലേക്ക് പോണ ബസ്സുകൾ. തിരുനെൽവേലി ശങ്കരൻ കോവിലൊക്കെ നേരെ പോയിച്ച 54 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് തിരുനെൽവേലി. അപ്പൊ അതൊരു അവിടെ ഒന്നിച്ച് പോണി. ഈ വണ്ടി ഞാൻ അവിടെ വെച്ച് 5:30 ആവുന്നോറും വിട്ടത്. അപ്പൊ ഇവിടെ കാണുന്നത് ശ്രീ ജയവിലാസ് തെങ്കാശി ആയിരിക്കുന്നത്. മധുരൈ രാജപാളയമുണ്ട്. അത്യാവശ്യം തമിഴ് വായിക്കാവുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇവിടെ മധുര വണ്ടിയാണ് കിടക്കുന്നത്. അങ്ങേ സൈഡിൽ കിടക്കേണ്ട തെങ്കാശി വണ്ടിയാണ്.
തെങ്കാശിയാണ് ഒന്ന് മൂത്രമൊഴിച്ച് വരുമ്പോൾ ഒരു ഭാഗ്യമുണ്ട്. ഏതായാലും തെങ്കാശി വണ്ടി അവിടെ കിടപ്പുണ്ട് പറഞ്ഞു. അപ്പം അത് കയറിപ്പോകാമിനി. മതി മതി ഇന്നത്തെ 5 വീഡിയോകൾ കിട്ടുന്നുണ്ട്. അത് മതി. ഇപ്പോൾ തെങ്കാശി വണ്ടിയിലാണ് ഇന്നത്തെ യാത്ര. വിവരണങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കാലം. കൂടുതൽ വീഡിയോ ആയിട്ട് കൂടുതൽ കാണാം. ബൈ ബൈ.